Hi everybody. Once again, welcome back to another video session of MTM College. Myself, I am Muhammad Fasil from Department of Commerce. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് എന്താണെന്നും അതിലുപയോഗിക്കുന്ന ചാർട്ട് പാറ്റേണുകൾ ഏതൊക്കെയാണ് എന്നും അതുപോലെ മറ്റു ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണെന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ടെക്നിക്കൽ അനാലിസിസിനെ കുറിച്ചിട്ടും ടെക്നിക്കൽ അനാലിസിസിൻ്റെ നേട്ടങ്ങളെ കുറിച്ചിട്ടും അതിൻ്റെ പോരായ്മകളെ കുറിച്ചിട്ടും ഫണ്ടമെൻ്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ചിട്ടുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയാതെ തുടങ്ങാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ടെക്നിക്കൽ അനാലിസിസ്. ടെക്നിക്കൽ അനാലിസിസിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്നാമതായിട്ട് പറയുന്നു, വിത്ത് ടെക്നിക്കൽ അനാലിസിസ് ഇൻവെസ്റ്റർ ക്യാൻ ബൈ the share cheap and sell at a high rate regardless of the type of the company. കമ്പനി ഏത് തന്നെയായാലും, കമ്പനിയോ ഇൻഡസ്ട്രിയോ ഏത് തന്നെയായാലും അതിൻ്റെ ഷെയർ കുറഞ്ഞ പ്രൈസിൽ വാങ്ങാനും ഉയർന്ന പ്രൈസിൽ വിൽക്കാനും എന്ത് സഹായിക്കുന്നുണ്ട്? ടെക്നിക്കൽ അനാലിസിസ് സഹായിക്കുന്നുണ്ട്. ഏത് കമ്പനി ആകട്ടെ, ഏത് ഇൻഡസ്ട്രി ആകട്ടെ, അതൊന്നും നോക്കാതെ തന്നെ നമുക്ക് ഷെയർ കുറഞ്ഞ പ്രൈസിൽ പർച്ചേസ് ചെയ്യാനും ഉയർന്ന പ്രൈസിൽ അത് വിറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കാനും എന്ത് സഹായിക്കുന്നുണ്ട്? ടെക്നിക്കൽ അനാലിസിസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഫണ്ടമെൻ്റൽ അനാലിസിസ് പോലെ നമ്മൾ കമ്പനിയെ കുറിച്ചിട്ടും ഇൻഡസ്ട്രിയെ കുറിച്ചിട്ടും ഇക്കണോമിയെ കുറിച്ചിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ ചാർട്ട് പാറ്റേണുകളും ഇൻഡിക്കേറ്റേഴ്സും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുറഞ്ഞ റേറ്റിൽ ഷെയർ വാങ്ങാം, ഉയർന്ന റേറ്റിൽ ഷെയർ വിൽക്കാം. അടുത്തായിട്ട് പറയുന്നത്, ഇൻവെസ്റ്റർ ക്യാൻ റീപ്പ് മാക്സിമം പ്രോഫിറ്റ് ബൈ ക്ലോസ്ലി ഫോളോയിങ് ദ ടെക്നിക്കൽ അനാലിസിസ്. ടെക്നിക്കൽ അനാലിസിസ് ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ട് വളരെ കണിശമായി ഫോളോ ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് പരമാവധി ലാഭം ടെക്നിക്കൽ അനാലിസിസ് വഴി ഉണ്ടാക്കുവാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇന്ന് പല ഷെയർ മാർക്കറ്റുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ടെക്നിക്കൽ അനാലിസിസിൽ നിപുണമായ അല്ലെങ്കിൽ വലിയ അറിവ് ഉള്ള ആൾക്കാർ വലിയ രീതിയിൽ ഇന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തുപയോഗിച്ചാണ്? ടെക്നിക്കൽ അനാലിസിസുകൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിച്ചിട്ട് പരമാവധി ലാഭം നേടിയെടുക്കാൻ ഇൻവെസ്റ്റേഴ്സിന് സാധിക്കുന്നതാണ്. അടുത്തായിട്ട് പറഞ്ഞത്, ത്രൂ ചാർട്ട് അനാലിസിസ് the support price and resistance price may be projected with more confidence and investor can exit and enter at the right time. ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിക്കുന്ന ഈ ചാർട്ട് പാറ്റേണുകളും അതുപോലെ തന്നെ സപ്പോർട്ട് പ്രൈസും റെസിസ്റ്റൻറ്റ് പ്രൈസും ഒക്കെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ഈ ചാർട്ട് അനാലിസിസിലൂടെ സപ്പോർട്ട് പ്രൈസുകളും റെസിസ്റ്റൻസ് പ്രൈസുകളും ഒക്കെ വിശദമായിട്ട് പഠിച്ചുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് കോൺഫിഡൻസോടുകൂടി ആത്മവിശ്വാസത്തോടു കൂടി ശരിയായ എൻ്റർ ടൈമും എക്സിറ്റ് ടൈമും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എൻ്റർ ടൈമും എക്സിറ്റ് ടൈമും എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഒരു ഷെയർ പർച്ചേസ് ചെയ്യേണ്ട ടൈമാണ് എൻ്റർ ടൈം എന്ന് പറഞ്ഞാൽ. എക്സിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു ഷെയർ വിറ്റ് ഒഴിവാക്കേണ്ട സമയമാണ് എക്സിറ്റ് ടൈം. അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഈ ചാർട്ടുകളിലൂടെ സപ്പോർട്ട് പ്രൈസും റെസിസ്റ്റൻറ്റ് പ്രൈസൊക്കെ മനസ്സിലാക്കിയിട്ട് എൻ്റർ ടൈമും എക്സിറ്റ് ടൈമൊക്കെ കൃത്യമായിട്ട് ഗണിക്കാൻ എന്ത് സഹായിക്കുന്നുണ്ട്? ഈ ടെക്നിക്കൽ അനാലിസിസ് സഹായിക്കുന്നുണ്ട്. അടുത്തായിട്ട് പറയുന്നത്, ഇറ്റ് ഈസ് ആർഗ്യൂഡ് ദാറ്റ് ഫണ്ടമെന്റൽ അനാലിസിസ് ക്യാൻ ബി യൂസ്ഡ് ടു ചൂസ് റൈറ്റ് ഷെയർസ് ആൻഡ് ടെക്നിക്കൽ അനാലിസിസ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിസൈഡ് വെൻ ടു ഇൻവെസ്റ്റ്. സാധാരണയായി പറയപ്പെടുന്നത് പൊതുവായിട്ട് നമ്മൾ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്: ഫണ്ടമെൻ്റൽ അനാലിസിസ്, ഏത് ഷെയറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ ഫണ്ടമെൻ്റൽ അനാലിസിസ് സഹായകമാണ്. അതേസമയം എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ ടെക്നിക്കൽ അനാലിസിസ് നമുക്ക് സഹായകമാണ്. ഫണ്ടമെൻ്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും നമ്മൾ കൂട്ടിച്ചേർത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ഇതായിട്ട് ഏത് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ ഫണ്ടമെൻ്റൽ അനാലിസിസും എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ ടെക്നിക്കൽ അനാലിസിസും നമ്മളെ സഹായിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. അടുത്തായിട്ട് പറയുന്നത്, പ്രൈസ് മൂവ്മെന്റ് ക്യാൻ ബി മോണിറ്റേർഡ് ആൻഡ് മീനിങ് കൺക്ലൂഷൻ ക്യാൻ ബി അറൈവ്ഡ് ബൈ യൂസിങ് ടെക്നിക്കൽ അനാലിസിസ്. പ്രൈസ് മൂവ്മെന്റുകൾ കൃത്യമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട്
വ്യക്തമായ കൺക്ലൂഷൻസ് ഉണ്ടാക്കാൻ, വ്യക്തമായ നിഗമനങ്ങൾ ഉണ്ടാക്കാൻ ടെക്നിക്കൽ അനാലിസിസ് നമ്മളെ സഹായിക്കുന്നതാണ്. അല്ലെ, പ്രൈസ് മൂവ്മെന്റ് നിരീക്ഷിച്ചുകൊണ്ട് വ്യക്തമായ കൺക്ലൂഷൻസിൽ എത്തിച്ചേരാൻ എന്ത് സഹായിക്കുന്നു? ടെക്നിക്കൽ അനാലിസിസ് സഹായിക്കുന്നു. അല്ലെ, ഒരു ഷെയറിന്റെ പ്രൈസ് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ കൂടാനാണോ പോകുന്നത്, അല്ലെങ്കിൽ കുറയാനാണോ സാധ്യത, ഇതൊക്കെ ഇത്തരത്തിലുള്ള വ്യക്തമായ നിഗമനങ്ങൾ ഉണ്ടാക്കാൻ ടെക്നിക്കൽ അനാലിസിസ് പ്രൈസ് മൂവ്മെന്റുകൾ കൃത്യമായി നിരീക്ഷിക്കുന്നതിലൂടെ നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ടെക്നിക്കൽ അനാലിസിസിൻ്റെ എന്തായിട്ട് പറയുന്നത്, അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത് എന്താണ്? ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ ഷെയർ പർച്ചേസ് ചെയ്തുകൊണ്ട് ഉയർന്ന പ്രൈസിൽ ഷെയർ വിൽക്കാൻ ഇൻവെസ്റ്റേഴ്സിനെ സഹായിക്കുന്നു. അതുപോലെ തന്നെ ടെക്നിക്കൽ അനാലിസിസ് കൃത്യമായിട്ട് വാച്ച് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് പരമാവധി ലാഭം ഉണ്ടാക്കാൻ അത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സപ്പോർട്ട് പ്രൈസും ചാർട്ട് അനാലിസിസിലൂടെ സപ്പോർട്ട് പ്രൈസും റെസിസ്റ്റൻസ് പ്രൈസും ഒക്കെ മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റേഴ്സിന് ശരിയായ എൻ്റർ ടൈമും എക്സിറ്റ് ടൈമും ഒക്കെ തീരുമാനിക്കാൻ ഈ ടെക്നിക്കൽ അനാലിസിസ് നമ്മളെ സഹായിക്കുന്നു. അല്ലേ, അപ്പോൾ ഈ പോയിന്റ് ഇങ്ങനെ പറഞ്ഞാൽ മതി. അല്ലേ, ശരിയായ എക്സിറ്റ് ടൈമും എൻ്റർ ടൈമും എക്സിറ്റ് ടൈമും ഒക്കെ തീരുമാനിക്കാൻ, എന്താ പറയുക, ആത്മവിശ്വാസത്തോടെ തീരുമാനിക്കാൻ ഇൻവെസ്റ്റേഴ്സിനെ എന്ത് സഹായിക്കുന്നു? ടെക്നിക്കൽ അനാലിസിസ് സഹായിക്കുന്നു എന്ന് പഠിച്ചാൽ മതി. അതുപോലെ തന്നെ എന്താണ്, ശരിയായ ഷെയർസ് തിരഞ്ഞെടുക്കാൻ ഫണ്ടമെൻ്റൽ അനാലിസിസും ആ ഷെയറിൽ എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ ടെക്നിക്കൽ അനാലിസിസും നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, പ്രൈസ് മൂവ്മെൻറ്റ് പാറ്റേൺസ് പഠിച്ചുകൊണ്ട് എന്താ പറയുക, വ്യക്തമായ കൺക്ലൂഷൻസ് ഉണ്ടാക്കാൻ ടെക്നിക്കൽ അനാലിസിസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മറ്റേ ടെക്നിക്കൽ അനാലിസിസിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് വീക്ക്നെസ് ഓഫ് ടെക്നിക്കൽ അനാലിസിസ്. ടെക്നിക്കൽ അനാലിസിസിൻ്റെ പോരായ്മകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, അനലിസ്റ്റ് ബയാസ്. അനലിസ്റ്റിൻ്റെ ബയാസ് അഥവാ പക്ഷപാതം എന്ന് നമുക്ക് പറയാം. അതെന്താണ് ഈ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ല, നമ്മൾ ഈ പോരായ്മകളെ കുറിച്ചിട്ടാണ്, ടെക്നിക്കൽ അനാലിസിസിൻ്റെ പോരായ്മകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പറയുന്നത്. അപ്പോൾ എന്താണ് അനലിസ്റ്റ് ബയാസ് എന്ന് പറഞ്ഞാൽ? അല്ല, ടെക്നിക്കൽ അനാലിസിസ് സബ്ജക്റ്റീവ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് പേഴ്സണൽ ബയാസ് ക്യാൻ ബി റിഫ്ലക്റ്റഡ് ഇൻ ദ അനാലിസിസ്. ടെക്നിക്കൽ അനാലിസിസ് സബ്ജക്റ്റീവാണെന്ന് പറഞ്ഞാൽ വിഷയാധിഷ്ഠിതമാണ്, അതല്ല വസ്തുനിഷ്ഠമല്ല. അല്ലെ, വസ്തുനിഷ്ഠമല്ല, വിഷയാധിഷ്ഠിതമാണ്. വസ്തുനിഷ്ഠമല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്ജക്റ്റീവ് അല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെ, കൃത്യമായ ഇന്ന തന്നെയാണ്. ഒരു അനാലിസിസ് നടത്തിയിട്ട് ഒരു അനാലിസിസ് നടത്തിയാൽ അതിൻ്റെ ആൻസർ ഒന്നേ ഉണ്ടാവാൻ പാടുള്ളൂ ഒബ്ജക്റ്റീവ് ആണെങ്കിൽ. സബ്ജക്റ്റീവ് ആണെങ്കിൽ എന്തുണ്ടാവും? പല വ്യാഖ്യാനങ്ങൾ ഉണ്ടാകാം. അല്ലെ, ഒരു അനാലിസിസിൻ്റെ റിസൾട്ടായിട്ട് പല വ്യാഖ്യാനങ്ങൾ ഉണ്ടെങ്കിൽ ആ അനാലിസിസ് എന്താണ്? സബ്ജക്റ്റീവ് അനാലിസിസ് ആണ്. അതേസമയം ഒറ്റ റിസൾട്ടേ ആ അനാലിസിസ് നടത്തിയാലും ഒറ്റ റിസൾട്ടേ കിട്ടുള്ളൂ എങ്കിൽ, അല്ലെ, ഒരേ ഒരു റിസൾട്ടാണ് കിട്ടുള്ളൂ എങ്കിൽ അതെന്താണ്? ഒബ്ജക്റ്റീവ് അനാലിസിസ് ആണ്. അപ്പോൾ ഈ സബ്ജക്റ്റീവ് അനാലിസിസ് ആണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. കാരണം പേഴ്സണൽ ബയാസ് അതിൽ റിഫ്ലക്റ്റ് ചെയ്യും. അല്ലെ, പേഴ്സണൽ ബയാസ് റിഫ്ലക്റ്റ് ചെയ്യപ്പെട്ടേക്കാം. അല്ല, ഓരോരുത്തരുടെയും പേഴ്സണലായിട്ടുള്ള ബയാസ്. അല്ലെ, ഇപ്പോൾ അതിനൊരു ഉദാഹരണം പറയുന്നത്, ഇപ്പോൾ ഒരു ഇൻവെസ്റ്റർ വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരാളാണ്, അല്ലെ, വളരെ ശുഭാപ്തി വിശ്വാസം കൂടുതലുള്ള ഒരാളാണെങ്കിൽ അയാളുടെ അനാലിസിസ് എപ്പോഴും ആ ഓപ്റ്റിമിസ്റ്റിസം ആ ശുഭാപ്തി വിശ്വാസം നിഴലിച്ച് നിൽക്കും. ഇപ്പം മാർക്കറ്റ് താഴേക്ക് പോകാനുള്ള ട്രെൻഡ് കാണിക്കുകയാണെങ്കിലും അയാൾക്കത് പൂർണ്ണമായിട്ട് തോന്നില്ല. അല്ലെ, മാർക്കറ്റ് വലിയ ഇടിവ് നേരിടാൻ വേണ്ടി പോവുകയാണെങ്കിലും അയാളുടെ അനാലിസിസിൽ റിഫ്ലക്റ്റ് ചെയ്യാം. അല്ലെ, ഉടനെ ചിലപ്പോൾ ഒരു ഇടിവുണ്ടായെങ്കിലും അത്ര വലിയ ഇടിവൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രൂപത്തിലാണ് അയാളുടെ അനാലിസിസ് ഉണ്ടാവുക. അല്ലെ, അപ്പോൾ ഓരോരുത്തരുടെയും പേഴ്സണൽ ബയാസ് ഇതിനെ ബാധിക്കും, ടെക്നിക്കൽ അനാലിസിനെ ബാധിക്കും. അടുത്തായിട്ട് പറഞ്ഞത് ഓപ്പൺ ടു ഇൻ്റർപ്രിട്ടേഷൻ. പലതരത്തിലുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ടാകുന്നു. അല്ലെ, പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ. ഇപ്പോൾ ഈ ടെക്നിക്കൽ അനാലിസിനെ തന്നെ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു. അല്ല, ഒരേ അനാലിസിസിൻ്റെ
പല തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ടെക്നിക്കൽ അനാലിസിസ് ഈസ് ഓപ്പൺ ടു ഇൻ്റർപ്രിറ്റേഷൻ. ടെക്നിക്കൽ അനാലിസിസ് ഇൻ്റർപ്രിറ്റേഷൻസിന് അല്ലെങ്കിൽ എന്താ പറയുക, ഈ വ്യാഖ്യാനങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക, ഓപ്പൺ ആണ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഈവൻ ദോ ദർ ഈസ് സ്റ്റാൻഡേർഡ്സ്, മെനി ടൈംസ് ടു ഇൻവെസ്റ്റേഴ്സ് വിൽ ലുക്ക് അറ്റ് ദ സെയിം ചാർട്ട് ഇൻഡിക്കേറ്റേഴ്സ് ഇൻ ടു ഡിഫറെൻറ്റ് വേ. അല്ലെ, ടെക്നിക്കൽ അനാലിസിസ് എങ്ങനെയാണ് നടത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ സ്റ്റാൻഡേർഡുകളുണ്ട്. പക്ഷെ എന്നിരുന്നാലും രണ്ട് ഇൻവെസ്റ്റേഴ്സിന് ഒരേ ചാർട്ട് കൊടുത്താൽ രണ്ട് വ്യത്യസ്തമായ രീതിയിലായിരിക്കാം അവർ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അല്ലെ, വ്യത്യസ്തമായ രീതികളിലായിരിക്കാം ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. കാരണം അവരുടെ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ പേഴ്സണൽ ബയസ് എന്ത് ചെയ്യാം, ഇതിൽ വരാം. അല്ലെ, അപ്പോൾ ഓപ്പൺ ടു ഇൻ്റർപ്രിറ്റേഷൻസ്, അല്ലെ, പലതരത്തിലുള്ള ഇൻ്റർപ്രിറ്റേഷൻസിന് ലേക്ക് നയിക്കാം എന്നുള്ളതാണ് രണ്ടാമത്തെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞത്. മൂന്നാമത്തേത് പറഞ്ഞാൽ ടൈമിംഗ് ഓഫ് ദ മാർക്കറ്റിൻ്റെ ടൈമിങ്. അതായത് പലപ്പോഴും ഈ ടെക്നിക്കൽ അനാലിസിസ് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഒരു ട്രെൻഡ്, അല്ലെ, ഒരു പാറ്റേൺ നമ്മൾ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആ പാറ്റേണിൻ്റെ മേജർ പോർഷൻസ് കഴിഞ്ഞിട്ടുണ്ടാവും. അല്ലെ, പിന്നെ വളരെ കുറച്ച് സമയം മാത്രമേ അത് ഉപയോഗപ്പെടുത്താനായിട്ട് നമുക്ക് കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ്. അല്ലെ, അപ്പോൾ ഒരു പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെ മേജർ പോർഷൻസ് തീർന്നു പോയിട്ടുണ്ടായിരിക്കും. അല്ലെ, അപ്പോൾ അതാണ് ടൈമിംഗ് ഓഫ് ദ മാർക്കറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെ, ശരിയായ സമയത്ത് തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ മൂന്നെണ്ണമാണ് പറഞ്ഞത്. ഒന്ന് അനലിസ്റ്റിൻ്റെ ബയാസ്. അല്ലെ, ഓരോ അനലിസ്റ്റിക്കിൻ്റെ പേഴ്സണൽ ബയാസും അവരുടെ അനാലിസിസിൽ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നു. അല്ലെ, അതിന് നമ്മളൊരു ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഇൻവെസ്റ്ററുടെ കാര്യം പറഞ്ഞു. ഇനി ഒരു പെസിമിസ്റ്റിക് ആയിട്ടുള്ള ഇൻവെസ്റ്റർ ആണെങ്കിൽ എത്ര പോസിറ്റീവ് സൈൻസ് അയാൾ കണ്ടാലും അയാൾക്കത് സ്ട്രൈക്ക് ചെയ്യില്ല. അതുപോലെ തന്നെ എന്താണ്, ഓപ്പൺ ടു ഇൻ്റർപ്രിറ്റേഷൻ, അല്ലെ, പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് ഇട നൽകുന്നു എന്നുള്ളതാണ് മറ്റൊരു ഇതായിട്ട് പറയുന്നത്. പിന്നെ ടൈമിംഗ് ഓഫ് ദ മാർക്കറ്റ് എന്ന് പറയുന്നത്, ഒരു ചാർട്ട് പാറ്റേണിൽ ഒരു പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ പ്രധാനപ്പെട്ട പോർഷൻസൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും എന്നുള്ളതാണ് മറ്റൊരു ഇത് പറയുന്നത്. അല്ലെ, അതിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ, ശരിയായ സമയത്ത് തന്നെ ഉപയോഗപ്പെടുത്താൻ കഴിയാതെ വരുന്നു എന്നുള്ളതാണ് വേറൊരു ഡ്രോബാക്ക് ആയിട്ട് പറഞ്ഞത്. ഇനി നമ്മൾ പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഫണ്ടമെൻ്റൽ ആൻഡ് ടെക്നിക്കൽ അനാലിസിസ്. ടെക്നിക്കൽ അനാലിസിസും ഫണ്ടമെൻ്റൽ അനാലിസിസും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അല്ലെ, വളരെ സിമ്പിളായിട്ടാണ് ഇതിൽ ഞാൻ എഴുതി ചേർത്തിട്ടുള്ളത്. അല്ലെ, ജസ്റ്റ് വായിച്ച് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലാണ്. നോക്കിയാൽ ഒന്ന്, ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ലോങ് ടേം മൂവ്മെൻറ്റ്സ് പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലെ, ഒരു സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ ഒരു ഷെയറിൻ്റെ ലോങ് ടേം മൂവ്മെൻറ്റ്സ് പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ല, ദീർഘകാലത്തെ അതിലെ വില വ്യത്യാസങ്ങൾ പ്രവചിക്കാൻ വേണ്ടിയിട്ടാണ്. അതേസമയം ഷോർട്ട് ടേം പ്രൈസ് മൂവ്മെൻറ്റ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പ്രവചിക്കാൻ വേണ്ടിയിട്ടാണ് ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിക്കുന്നത്. അല്ല, ഫണ്ടമെൻ്റൽ അനാലിസിസ് ഉപയോഗിക്കുന്നത് ലോങ് ടേം ദീർഘകാലത്തെ പ്രൈസ് മൂവ്മെൻറ്റ്സ് പ്രെഡിക്റ്റ് ചെയ്യാനും. ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിക്കുന്നത് എന്തിനുമാണ്? ഹ്രസ്വകാലത്തെ ചെറിയ സമയത്തേക്കുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചറിലുള്ള പ്രൈസ് മൂവ്മെൻറ്റ്സ് പ്രെഡിക്റ്റ് ചെയ്യാനുമാണ്. അടുത്തതെന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ അനാലിസിസ് നോക്കുക. ഫോക്കസ് ഓൺ ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു ഇക്കണോമി, ഇൻഡസ്ട്രി, കമ്പനി. അല്ല, ഇക്കണോമി, ഇൻഡസ്ട്രി, കമ്പനി. അല്ല, ഒരു ഇക്കണോമിയിലെയും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയിലെയും കമ്പനിയുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സാണ് ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ത് ചെയ്യുന്നത്, ഫണ്ടമെൻ്റൽ അനാലിസിസ് ഫോക്കസ് ചെയ്യുന്നത്. അല്ലെ, ഫണ്ടമെൻ്റൽ അനാലിസിസിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ആദ്യം ഇക്കണോമിയെ സംബന്ധിച്ച, പിന്നെ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച, പിന്നെ കമ്പനിയെ സംബന്ധിച്ച ഡയറക്റ്റായിട്ട് സ്റ്റോക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതേസമയം ടെക്നിക്കൽ അനാലിസിസ് എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്? ചാർട്ടുകളിലും പ്രൈസ് മൂവ്മെൻറ്റുകളിലൊക്കെയാണ്. അല്ലെ, മാർക്കറ്റ് ഡാറ്റകളിലും ചാർട്ടുകളിലൊക്കെയാണ് ടെക്നിക്കൽ അനാലിസിസ് ഫോക്കസ് ചെയ്യുന്നത്. അടുത്ത് നോക്കുക, യൂഷ്വലി പ്രിഫേർഡ് ബൈ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ്. ഫണ്ടമെൻ്റൽ അനാലിസിസ് പ്രിഫർ ചെയ്യുന്നത് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സാണ്. ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ, ഇപ്പോൾ ഒരു 5-10 വർഷമൊക്കെ, അറ്റ്ലീസ്റ്റ് ഒരു 3 വർഷത്തേക്കെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്
ഈ ഫണ്ടമെന്റൽ അനാലിസിസ് പ്രിഫർ ചെയ്യുന്നത്. അതേസമയം ടെക്നിക്കൽ അനാലിസിസ് ആരാണ്? പെട്ടെന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന സ്പെക്കുലേറ്റേഴ്സാണ്. അല്ലെ, പെട്ടെന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന സ്പെക്കുലേറ്റേഴ്സാണ് ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അല്ലെങ്കിൽ പ്രിഫർ ചെയ്യുന്നത് അല്ലെ, ഫണ്ടമെന്റൽ അനാലിസിസ് പ്രിഫർ ചെയ്യുന്നവരും ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിക്കലുണ്ട്. പക്ഷെ പ്രിഫർ ചെയ്യുന്നത് ആരാണ്? ഈ മറ്റേ സ്പെക്കുലേറ്റേഴ്സാണ്. അതുപോലെ ഫണ്ടമെന്റൽ അനാലിസിസിൽ മാക്രോ ഇക്കണോമിക് ഫാക്ടേഴ്സിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അല്ലെ, മാക്രോ ഇക്കണോമിക് ഫാക്ടേഴ്സ് അല്ലെ, ഇപ്പോൾ നാഷണൽ ഇൻകം, GDP ഉണ്ടാകുന്ന വർധനവ്, അതുപോലെ തന്നെ പെർ ക്യാപിറ്റ ഇൻകത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ അല്ലെ. അപ്പോൾ ഇത്തരത്തിൽ മാക്രോ ഇക്കണോമിക് ഫാക്ടേഴ്സിനെയാണ് ഫണ്ടമെന്റൽ അനാലിസിസിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതേസമയം പ്രീവിയസ് പീരീഡിലെ പ്രൈസ് മൂവ്മെൻറ്റുകൾക്കാണ് അല്ലെ, കുറച്ച് പാസ്റ്റിലെ കഴിഞ്ഞ കാലങ്ങളിലെ പ്രൈസ് മൂവ്മെൻറ്റുകൾക്കാണ് ടെക്നിക്കൽ അനാലിസിസ് പ്രാധാന്യം നൽകുന്നത്. അതുപോലെ തന്നെ നോക്കിയേ, ഫണ്ടമെന്റൽ അനാലിസിസിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് എന്താണ്? മിസ്പ്രൈസിങ് കണ്ടുക, തെറ്റായിട്ട് പ്രൈസ് ചെയ്യപ്പെട്ട സ്റ്റോക്കുകളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇപ്പം ചില സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക, വളരെ പ്രൈസ് ഹൈക്കിന് സാധ്യതയുള്ള ഇതായിരിക്കും, അല്ലെങ്കിൽ നല്ല വാല്യൂ ഉള്ള സ്റ്റോക്കുകളായിരിക്കും. പക്ഷെ അത് വളരെ കുറഞ്ഞ പ്രൈസിലായിരിക്കും ഇപ്പോൾ ട്രേഡ് ചെയ്യപ്പെടുന്നുണ്ടാവുക. അപ്പോൾ അത്തരത്തിലുള്ള മിസ്പ്രൈസിങ് തിരിച്ചറിയുക എന്നുള്ളതാണ് ഫണ്ടമെന്റൽ അനാലിസിൻ്റെ ഇത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു 50 രൂപയാണ് വിചാരിക്കുക. പക്ഷേ അതിൻ്റെ യഥാർത്ഥ മൂല്യം എന്ന് പറഞ്ഞാൽ 500 രൂപക്കായിരിക്കാം. അല്ല, മിസ്പ്രൈസിങ് കൊണ്ട് അതിങ്ങനെ ട്രേഡ് ചെയ്യപ്പെട്ടു പോകുന്നതായിരിക്കാം അല്ലെ. എന്നിരുന്നാലും മാർക്കറ്റ് അത് കറക്റ്റ് ചെയ്ത് ശരിയായ പ്രൈസിലേക്ക് കുറച്ച് കാലം എടുത്തിട്ടാണെങ്കിലും എത്തിക്കും. അപ്പോൾ അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഫണ്ടമെന്റൽ അനാലിസിസിന്റെ ലക്ഷ്യം. അതേസമയം പ്രൈസ് മൂവ്മെന്റ് പാറ്റേണുകൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ടെക്നിക്കൽ അനാലിസിസിന്റെ ക്രസ്റ്റ് അല്ലെ. പ്രൈസ് മൂവ്മെന്റ് പാറ്റേണുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ശരിയായ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ടെക്നിക്കൽ അനാലിസിസിന്റെ ക്രസ്റ്റ്. അടുത്ത് ഐഡന്റിഫൈസ് വാട്ട് ടു ബൈ അല്ലെ. എന്ത് വാങ്ങണമെന്നാണ് ഫണ്ടമെന്റൽ അനാലിസിസ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഏത് ഷെയർ വാങ്ങണം, ഏത് സ്റ്റോക്ക് വാങ്ങണം എന്നാണ് ഫണ്ടമെന്റൽ അനാലിസിസ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതേസമയം ടെക്നിക്കൽ അനാലിസിസ് നമുക്ക് പറഞ്ഞു തരുന്നതോ എപ്പോൾ വാങ്ങണം, എപ്പോൾ വിൽക്കണം അല്ലെ, എപ്പോഴാണ് വാങ്ങേണ്ടത്, എപ്പോഴാണ് വിൽക്കേണ്ടത് എന്നാണ് നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് പറഞ്ഞു തരുന്നത് അല്ലെ. അപ്പോൾ വളരെ കാര്യമായ ഡിഫറൻസ് രണ്ടും തമ്മിൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്, നന്നായി പഠിക്കാം.